റോയൽ ലൈഫ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഞാനങ്ങനെ കോതമംഗലം സ്റ്റാൻഡിലെത്തി ഒരു KSRTC ബസ്സിൽ കയറി 18 രൂപ ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തി. അതുവരെയുള്ള കാഴ്ചകൾ പോയി കണ്ടിട്ട് വാ. എൻ്റെ ഇവിടെ കാഞ്ഞിരപ്പള്ളി. തിരക്കുണ്ടോ? കുറവാ. ഞായറാഴ്ചയൊക്കെ തിരക്കല്ലേ? ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൽ കയറുന്നതിനും ഈ ഡാമിലേക്ക് പോകുന്നതിനുമായിട്ട് ഒരാൾക്ക് 10 രൂപയാണ് നിരക്ക്. ഞാൻ 10 രൂപയുടെ ഒരു പാസ് എടുത്തതിന് ശേഷം ഈ ഡാമിലേക്ക് നമ്മൾ പോവാം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ മുമ്പേ ഒരു ആർച്ച് കണ്ടില്ലേ? ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ പാസ് എടുത്ത് മുമ്പോട്ട് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഡാമിലേക്ക് എത്തുക. ഇവിടെ ബൈക്കിലും കാറിലും ഒക്കെ വരുന്നവർക്ക് അതിന് സെപ്പറേറ്റ് പാസ് ഉണ്ട്. നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ നമുക്കൊരാൾക്ക് 10 രൂപയാണ് ഇവിടെ പാസ്. അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ, ശാന്തസുന്ദരമായൊരു സ്ഥലം. ഇപ്പോൾ ചെറുതായിട്ട് വെയിലുണ്ട്, ഒത്തിരി പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാം. ഈ സൈഡിൽ കാണുന്നതാണ് പാർക്ക്. നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കിത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതിനൊരു ഫീസ് എടുക്കണമെന്നേ ഉള്ളൂ. ഒരു പാസ് കൊടുത്താൽ നമുക്കിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. അങ്ങ് ദൂരെ കാണുന്നതാണ് ആ ഡാമിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുക.
ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്തായിട്ട് പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ വരുന്നത്. എൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം. ഈ പാലത്തിലൂടെയാണ് ബസ്സൊക്കെ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഈ ഒരു പാലത്തിൽ നിന്ന് ആ ഡാമിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. മൂന്ന് ഷട്ടറുകൾ ഇപ്പം തുറന്നിട്ടുണ്ട്. അതിലെ വെള്ളമാണ് ഈ ശക്തിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.